2026 ജൂൺ 15 സമയം രാവിലെ 9 മണി. ആകാംക്ഷയോടെ കാതോർത്തിരുന്ന ആ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നതിൻ്റെ ആവേശത്തിലായിരുന്നു കേരളം. തലസ്ഥാന നഗരിയിലെ സെൻട്രൽ ഡിപ്പോ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ ജനകീയ പ്രഖ്യാപനം. സഹമന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഭദ്രദീപം തെളിയിച്ചതോടെ UDFിൻ്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രയുടെ ആദ്യഘട്ടത്തിന് തുടക്കമായി. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം മികവുറ്റതാക്കുകയാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാൻ പൊതുഗതാഗതം ശക്തിപ്പെടണമെന്നും സൗജന്യ യാത്രാ പദ്ധതി സ്ത്രീകളോടുള്ള ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. കേരളത്തിലെ 3125 ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ എല്ലാ വിഭാഗം സ്ത്രീജനങ്ങൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. സൗജന്യ യാത്രയുടെ ആദ്യ സീറോ വാല്യൂ ടിക്കറ്റ് കൈമാറിയതിനു ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വനിതകളുമായുള്ള ആദ്യ സൗജന്യ യാത്രാ ബസ് സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെട്ടു. വഴിനീളെ വൻ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ കവാടം കടന്നെത്തിയ ബസ്സിന് ദർബാർ ഹാളിന് മുന്നിലും ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരെയും വനിതാ യാത്രക്കാരെയും അഭിവാദ്യം ചെയ്ത മുഖ്യമന്ത്രി നിലവിലെ മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാത്തതും ശ്രദ്ധേയമായി. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.